എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോകരാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മത തീവ്രവാദമാണ്. മറ്റു പല പ്രശ്നങ്ങൾ ആഭ്യന്തരമായിട്ടും ബാഹ്യമായിട്ടുമൊക്കെ ഉണ്ട് എങ്കിലും മത തീവ്രവാദം എന്ന് പറയുന്ന ഒരു പ്രശ്നം, പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റ് തീവ്രവാദം എന്നത് ഇന്ന് പല ലോകരാജ്യങ്ങളും നമ്മുടെ രാജ്യം ഉൾപ്പെടെ നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ്. അതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് കൗണ്ടർ ടെററിസം മാർഗങ്ങളുമായി നിരവധി രാജ്യങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാര്യം വരെയുണ്ട്. ഈ തീവ്രവാദത്തിന് പോകുന്ന പല പ്രസ്ഥാനങ്ങളുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളുമുണ്ട്. ഈ രാജ്യങ്ങളും ഈ സംഘടനകളും നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ നടത്തിയിരിക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളാണുള്ളത് എന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും തന്നെ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള തീവ്രവാദത്തിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തുണ്ട്. ഈ സുഹൃത്ത് നിരന്തരമായി ഞാനൊരു വംശഹത്യ നടത്തുന്നതിനെ ന്യായീകരിക്കുന്നയാളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ന്യായവാദങ്ങളാണ് പലപ്പോഴും തീവ്രവാദത്തിനെ പരിധിയില്ലാതെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഉദാഹരണത്തിന്, ഈ ചങ്ങാതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ ഇന്ത്യ നിരോധിച്ചിട്ടില്ലല്ലോ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആകും എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇൻ്റർനാഷണൽ ലോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പോലും, ഡിപ്ലോമസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പോലും, ഫോറിൻ പോളിസി എങ്ങനെയാണ് രൂപീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പോലും ABCD അറിയാത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെന്ന് അദ്ദേഹം ഈ ഒരു പ്രസ്താവനയിൽ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. ഏതൊരു രാജ്യവും ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്ന സംഘടനകളെയാണ് ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇന്ത്യ എന്തുകൊണ്ട് ഹമാസിനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ കൃത്യമായ മറുപടി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹമാസ് നമുക്ക് നേരിട്ടുള്ള ഒരു ത്രെട്ട് അല്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഒരു രാജ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഈ സംഘടന ഒരു ഭീഷണിയാണ് എന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, പഹൽഗാമിൽ ആക്രമണം നടത്തിയത് TRF എന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. ഇന്ത്യ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണത്. എന്ന് കരുതി ഇസ്രയേൽ ആ രാജ്യത്തിനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് കരുതിയിരിക്കണം എന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളും, അതല്ലെങ്കിൽ അവരുൾപ്പെട്ടിരിക്കുന്ന യൂണിയനുകൾ, അവരെല്ലാവരും തന്നെ വളരെ കൃത്യമായിട്ട് ആരൊക്കെയാണ് അവർക്കുള്ള പൊതുശത്രു അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ ശത്രു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനെ ഡെസിഗ്നേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോളി, ഇവരുടെ ഒരു കള്ളത്തരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ രാജ്യം ഹമാസിനെ തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഹമാസ് പിന്നെ തീവ്രവാദ സംഘടനയേ അല്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിനെ ന്യായീകരിക്കുമ്പോൾ നമ്മൾ തീവ്രവാദത്തിനെ ന്യായീകരിക്കുകയല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ചങ്ങാതിമാരെയാണ് നമ്മൾ ടെററിസ്റ്റ് അപ്പോളജിസ്റ്റുകൾ എന്ന് പറയുക, അഥവാ തീവ്രവാദ അനുകൂലികളായിട്ടുള്ള ആൾക്കാർ. തീവ്രവാദിയും തീവ്രവാദ അനുകൂലിയും തമ്മിൽ ഒരു നേർത്ത അതിർവരമ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട തീവ്രവാദ അനുകൂലി മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കള്ളി വെളിച്ചത്തായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ തീവ്രവാദ അനുകൂലി ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ചെയ്തിരുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയെ അനലൈസ് ചെയ്യുകയാണ് എന്ന മട്ടിൽ അതിൽ ഇസ്രയേൽ എന്തുകൊണ്ടാണ് വംശഹത്യ അല്ല നടത്തുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന ഭാഗത്തിനെ മാത്രം എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പല കൗണ്ടർ നാരേറ്റീവുകളും കൊണ്ടുവന്ന് അതിനെയെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് വേണ്ടിയും വസ്തുതകൾ മുന്നിലേക്ക് വയ്ക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഇദ്ദേഹം ഇവിടെ ബുദ്ധിപൂർവ്വം ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടവ്, അതിൽ ഹമാസ് എന്തുകൊണ്ടൊരു തീവ്രവാദ സംഘടനയാണ് എന്നും ഹമാസ് നടത്തുന്നത് എങ്ങനെയാണ് വംശഹത്യയാകുന്നത് എന്നതിനെക്കുറിച്ച് അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായിട്ട് ഞാൻ വിശദീകരിച്ചിരിക്കുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്തിനെ പൂർണ്ണമായും ഒഴിവാക്കി. എന്നുവെച്ചാൽ വ്യാഖ്യാനിക്കാൻ, ഡിഫെൻഡ് ചെയ്യാൻ, ന്യായീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗത്തിനെ പൂർണ്ണമായിട്ടും അങ്ങ് ഒഴിവാക്കിയതിന് ശേഷം ഇസ്രയേലിനെ മാത്രം പിടിച്ചുകൊണ്ട് അത് വംശഹത്യ രാജ്യമാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതും ഒരു തീവ്രവാദ അനുകൂലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. കാരണം എന്തുകൊണ്ടാണ് ഹമാസ് തീവ്രവാദം നടത്തുന്നത് എന്നതിനെക്കുറിച്ചും എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് വംശഹത്യയാണ് എന്നതിനെക്കുറിച്ചും ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന നോംസ് അനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ തണ്ടല്ലുറപ്പില്ലാത്ത തീവ്രവാദ അനുകൂലികൾ ഈ രീതിയിലത്തേക്കുള്ള മാർഗങ്ങൾ മാത്രമേ അവലംബിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇനി ഈ തീവ്രവാദ അനുകൂലിക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഒക്ടോബർ 7, 2023 ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ പോലും അതിനെ ന്യായീകരിക്കാനായിട്ട് ഈ തീവ്രവാദ അനുകൂലി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം പറയുന്നത് തന്നെ, നോക്കൂ, അന്ന് മിസൈൽ സ്ട്രൈക്ക് ഉണ്ടാകുന്നു, ആ സ്ട്രൈക്ക് ഉണ്ടായതിനു ശേഷം അവിടെ അതിർത്തി പൊളിയുന്ന സമയത്ത് കുറേ ആൾക്കാർ അവിടെ ഓടിച്ചെന്നതിന് ശേഷം മറ്റുള്ളവരെ കൊല്ലുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കുട്ടികളെ കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അതായത് നിങ്ങളുടെ ഉദ്ദേശം വളരെ പവിത്രമാണ് എങ്കിൽ നിങ്ങൾ അയൽരാജ്യത്തേക്ക് കടന്നു കയറി അവിടെയുള്ള കുട്ടികളെ കൊല്ലേണ്ടതില്ല എന്നും അവിടെയുള്ള സ്ത്രീകളെ മാനഭംഗപ്പെടുത്തേണ്ടതില്ല എന്നും പറഞ്ഞ്
ശക്തമായി ഇവരെ എതിർത്തുകൊണ്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തനത്തിനോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയില്ല, ഇത് തീവ്രവാദ പ്രവർത്തനമാണ്, വംശഹത്യയാണ് എന്ന് പറയേണ്ടുന്ന സുഹൃത്ത് വംശഹത്യാ നിർവചനമെല്ലാം തന്നെ അവർക്ക് ബാധകമാക്കാതെ ഏകപക്ഷീയമായി ഇസ്രയേലിന് മുകളിലേക്ക് അടിക്കുകയാണ്. ഇത് വീണ്ടും തീവ്രവാദ അനുകൂലികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അവരാരെയാണോ ന്യായീകരിക്കുന്നത് അവരുടെ മേൽ ഒരു കുറ്റവും ഇവരെങ്ങും കണ്ടെത്തുകയില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയ്യോ ആ പറഞ്ഞത് ശരിയായില്ല, അവരാ ചെയ്തത് ശരിയായില്ല എന്നിങ്ങനെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുക. അടുത്തത് ഈ ചങ്ങാതി കൊണ്ടുവരുന്ന ചില രസകരമായിട്ടുള്ള തെളിവുകളാണ്. അതിൽ ഒരു തെളിവായിട്ട് അദ്ദേഹം പറയുന്നത് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയിൽ അദ്ദേഹം ഹീബ്രു ബൈബിളിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു കഥാസന്ദർഭം പറയുന്നു. ആ കഥാസന്ദർഭം എന്ന് പറയുമ്പോൾ അതിന് ചരിത്രപരമായിട്ടും മതപരമായിട്ടും ഒക്കെ റെഫറൻസ് ഉണ്ട്. ആരാണോ ഇസ്രയേലിനെ ഒരു ശത്രുവായി കാണുന്നത്, ആരാണോ ഇസ്രയേലിനെ ഇല്ലാതെയാക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ കടുത്ത നടപടി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും, അവരെ പൂർണ്ണമായി നശിപ്പിക്കും എന്നാണ് ഈ ഒരു കഥാസന്ദർഭത്തിൻ്റെ അർത്ഥം. അത് പാലസ്തീനി ജനതയെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് എന്ന മട്ടിലാണ് ഈ ചങ്ങാതി വിശദീകരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ചങ്ങാതി പൂർണ്ണമായി മുക്കിക്കളഞ്ഞിരിക്കുകയാണ്. ഈ തീവ്രവാദ അനുകൂലി മനസ്സിലാക്കേണ്ടത് ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസംഗം ഒരിക്കലും പാലസ്തീനി ജനതയോടായിരുന്നില്ല, മറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയാണ്. ഇസ്രായേലിൻ്റെ സ്റ്റേറ്റഡ് പോളിസിയാണ് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ എലിമിനേറ്റ് ചെയ്യും എന്ന്. തീവ്രവാദം നടത്തുന്ന ഏതൊരു സംഘടനയും ഈ ഭൂലോകത്ത് നിന്ന് പൂർണ്ണമായും ഇറാഡിക്കേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഹമാസിനെ അവരില്ലാതെയാക്കും എന്ന് പറയുന്ന സമയത്ത് ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ അത് പാലസ്തീനി ജനതയെ മൊത്തത്തിലാണ് അത് ബാധിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തീവ്രവാദ അനുകൂലിയാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഇസ്രായേലിനോട് ഹമാസ് ചെയ്യുന്നത് തീവ്രവാദ പ്രവർത്തനമാണ്, അല്ലാതെ സ്വാതന്ത്ര്യ സമരമൊന്നുമല്ല. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. തീരെ മനുഷ്യത്വപരമല്ലാത്ത പല കാര്യങ്ങളും ഇസ്രായേൽ ചെയ്യുന്നുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കാണിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഒരു പ്രതിനിധിയെ ഒരു വിദേശ മാധ്യമ പ്രവർത്തകൻ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, നോക്കൂ, നിങ്ങൾ സ്കൂളുകളുടെ കീഴിലൊക്കെ തന്നെ അല്ലെങ്കിൽ സ്കൂളുകളുടെ തൊട്ടടുത്ത് നിങ്ങളുടെ സൈനിക എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വെക്കുന്നുണ്ടോ, ആശുപത്രികളുടെ അടുത്ത് ഇതൊക്കെ വെക്കുന്നുണ്ടോ, അങ്ങനെയാണ് എങ്കിൽ നിങ്ങളത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ ഒരിക്കൽ പോലും അദ്ദേഹം പറയുന്നില്ല ഞങ്ങൾ അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ ഈ തീവ്രവാദ അനുകൂലി അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഇസ്രയേൽ അവിടെ ബങ്കറുകളും മറ്റും സ്ഥാപിച്ചിരിക്കുന്നത് അവിടെയുള്ള വിദ്യാലയങ്ങളുടെ അടിയിലാണ് എന്നാണ്. നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു കൺഫേംഡ് റിപ്പോർട്ടും ഒരു ഇൻ്റർനാഷണലി കൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളിലും ഇസ്രയേൽ അവരുടെ മിലിറ്ററി ബങ്കറുകൾ മിലിറ്ററി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെയോ ആശുപത്രിയുടെയോ അടിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൺഫേംഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടുമില്ല. പിന്നെ ഇസ്രയേലിലെ നിയമപ്രകാരം തന്നെ അവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളുടെയും താഴെ സിവിലിയൻസിന് ഷെൽട്ടറിന് വേണ്ടിയിട്ടുള്ള ബങ്കറുകൾ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണ്. അത് ഈ പറയുന്ന തീവ്രവാദികളെ പേടിച്ച് അവർ ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതുമാത്രമാണ് അവിടെ ഉള്ളത്. അതല്ലാതെ അത് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു തെളിവുകളും ഇല്ലാതിരിക്കെ അങ്ങനെ ഉണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത് വീണ്ടും തീവ്രവാദ അനുകൂല പ്രവർത്തന സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തെ, നിങ്ങളൊരു തീവ്രവാദ അനുകൂലിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾക്കത് സ്വയം ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ഹാ കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്തത് ഈ ചങ്ങാതി വീണ്ടും ചെയ്യുന്നത് ചരിത്രത്തിനെ വളച്ചൊടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു ജനസൈഡ് അല്ല എന്ന്. അതായത് വളരെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, വളരെ സിവിയറായിട്ടുള്ള കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാക്കുന്ന, സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് പോലും കൊല ചെയ്യപ്പെടുന്ന വലിയ തീവ്രത കൂടിയ യുദ്ധങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള യുദ്ധങ്ങളൊന്നും തന്നെ ഒരിക്കലും ജനസൈഡ് അല്ലെങ്കിൽ വംശഹത്യ എന്ന ബ്രാക്കറ്റിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നവയല്ല. അവിടെ വംശഹത്യ നടക്കണമെന്നുണ്ടെങ്കിൽ വംശഹത്യയ്ക്ക് കൃത്യമായിട്ടുള്ള സ്വഭാവമുണ്ട്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. 1948 ഐക്യരാഷ്ട്ര സംഘടനയുടെ കൺവെൻഷൻ പ്രകാരം നിങ്ങൾ ഏതെങ്കിലും വിഭാഗം ജനതയെ മതത്തിൻ്റെയോ പൗരത്വത്തിൻ്റെയോ ദേശീയതയുടെയോ വംശത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതെയാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് വംശഹത്യ. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആൾക്കാർ ബോംബിടുന്നുണ്ടാകും, അതിൽ ആൾക്കാർ മരിക്കുന്നുണ്ടാകും, കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാകുന്നുണ്ട്, വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതൊന്നും തന്നെ വംശഹത്യ എന്ന ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു. അത് സിവിലിയൻ മേഖലയിൽ പോലും വ്യാപിക്കുന്ന രീതിയിലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ബോംബിട്ട് നശിപ്പിക്കുമ്പോൾ അവിടെ കൊളാറ്ററൽ ഡാമേജിൽ മരിക്കുന്നതെല്ലാം പാകിസ്ഥാനിലെ ജനതയുടെ ഭൂരിപക്ഷ സ്വഭാവം അനുസരിച്ച് അവർ മുസ്ലിങ്ങളാണ് എന്ന് കരുതി ഇന്ത്യ ഒരിക്കലും വംശഹത്യയാണ് ചെയ്തത് എന്ന് ആരോപിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഇതൊരു പൊളിറ്റിക്കൽ കോസാണ്, ഒരു മിലിറ്ററി കോസാണ്. അവിടെയുള്ള ആൾക്കാർ ഒരു പ്രത്യേക മതവിഭാഗത്തിലാണ് എന്ന് കരുതി ആ മതവിഭാഗത്തിനെ അവിടെ നിന്ന് തുടച്ചു മാറ്റാനായി നമ്മൾ ശ്രമിച്ചു എന്നൊരാരോപണം ഒരു അന്താരാഷ്ട്ര കോടതിയിലും നിലനിൽക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ വംശഹത്യയുടെ സ്വഭാവം ഇവിടെ കൃത്യമായിട്ട് ഇസ്രയേലിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു ആക്രമണത്തിലില്ല എന്നുള്ളതാണ് വസ്തുത.
ഇനി അതുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര കോടതിയിൽ നടക്കുന്ന ചില വ്യവഹാര നടപടികളെപ്പറ്റി ഈ സുഹൃത്ത് എന്തോ കണ്ടെത്തി എന്ന രീതിയിൽ പറയുകയാണ്. സുഹൃത്തെ, എൻ്റെ വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൗത്ത് ആഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോയിട്ടുണ്ട്. പക്ഷേ അതിലൊരു തീരുമാനവുമായിട്ടില്ല. അത് ട്രയൽ പ്രൊസീഡിങ്ങിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അതിലൊരു തീരുമാനവുമായിട്ടില്ല. അതുകൊണ്ട് തീവ്രവാദ അനുകൂലികളായിട്ടുള്ള നിങ്ങൾ അതിൽ നിലപാട് സ്വീകരിക്കേണ്ടുന്ന കാര്യമില്ല, നിങ്ങളതിൽ വിധി പുറപ്പെടുവിക്കേണ്ടുന്ന കാര്യമില്ല എന്ന് പ്രിയപ്പെട്ട തീവ്രവാദ അനുകൂലിയോട് വിനീതമായി പറയുകയാണ്. അടുത്തത്, ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇസ്രയേലിൽ നിന്നുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് പലസ്തീനിലുള്ള ഗാസ സ്ട്രിപ്പിലെയും മറ്റും ആൾക്കാർക്ക് സഹായങ്ങൾ എത്തിക്കുന്നത് എന്ന്. അത് ഇൻ്റർനാഷണലി കൺഫേംഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. നിങ്ങൾ ഏത് ഇൻ്റർനാഷണൽ ന്യൂസ് മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഏത് ഹ്യൂമാനിറ്റേറിയൻ സംഘടനകളുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാലും അതിലെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അവിടെ എയ്ഡ് എത്തിക്കുന്നത് ഇസ്രയേൽ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കൺഫേംഡ് ഫാക്റ്റ്, എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റ് എന്ന് പറയുന്നത് അവിടെ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ആൾക്കാർക്ക് കൊടുക്കുന്നത് ഇസ്രയേലാണ് എന്നത് തന്നെയാണ്. ഇനി ഇവിടെ ഇദ്ദേഹം ഇതിനെ ന്യായീകരിക്കാനായിട്ട് പറയുന്നത് അവിടെ വെടിവെപ്പുണ്ടായല്ലോ എന്നുള്ളതാണ്. അതായത് ഭക്ഷണം കൊടുക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നേരെ വെടിവെപ്പുണ്ടായല്ലോ എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. ഇതും ഏകപക്ഷീയമായി ഒരു സൈഡിൽ നിന്ന് മാത്രമുള്ള വാർത്തയെടുത്ത് നമുക്കിഷ്ടപ്പെടുന്നത് അതാണ് എന്നതുകൊണ്ട് അത് പറയുന്നതിൻ്റെ പേരിലാണ്. ഏതൊരു വാർത്തയ്ക്കും രണ്ട് പുറമുണ്ട്. അതുകൊണ്ട് ആ രണ്ടാമത്തെ പുറം എന്ന് പറയുന്നത് ഇവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇവരതിനെ എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനന്ന് ചർച്ചകളിലും പറഞ്ഞിരുന്നതാണ്, ഏതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകളിൽ നിന്നാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും കണ്ടിന്യൂസ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ അവിടെ നടത്തുകയും ചെയ്യും. ആ അനൗൺസ്മെൻറ്റുകൾ നടത്തി ഈ ഭക്ഷണ വിതരണത്തിൻ്റെ ഭാഗത്ത് അവരുടേതായിട്ടുള്ള മിലിറ്ററി പോസ്റ്റുകളും ഉണ്ടാകും. ഈ മിലിറ്ററി പോസ്റ്റുകളുടെ അടുത്തേക്ക് സിവിലിയൻസ് ഒരു കാരണവശാലും എത്തരുത് എന്ന് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും. തുടർച്ചയായിട്ട് അവരുടെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകും. അങ്ങനെ ആ ഭാഗത്തേക്ക് എൻക്രോച്ച് ചെയ്ത് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള വാർണിംഗും കൊടുക്കും. അങ്ങനെയുള്ള വാർണിംഗ് കൊടുത്തതിന് ശേഷവും അവിടേക്ക് ആൾക്കാർ വന്നു. അതുകൊണ്ട് അവിടെ ഒരു സെക്യൂരിറ്റി റിസ്ക് ഉണ്ടായതുകൊണ്ട് അവർ ഫയർ ചെയ്തു എന്നുള്ളത് IDFൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റായിട്ട് തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ അവിടെ വരുന്ന ആൾക്കാരെ മൊത്തത്തിൽ അങ്ങ് വെടിവെച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു അവരുടെ വംശഹത്യാ ഉദ്ദേശമെങ്കിൽ അവിടെ വരുന്ന ആൾക്കാരെ മൊത്തത്തിൽ അവർക്കങ്ങ് വെടിവെച്ച് കൊല്ലാമായിരുന്നു. പക്ഷേ അതല്ല അവർ ചെയ്തത്. ഇവരുടെ അവിടെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്ന ആൾക്കാരെ മാത്രമാണ്, അവർക്ക് വാർണിങ്സിനെ അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടതിന് ശേഷം അവർക്ക് ഫയർ ചെയ്യേണ്ടി വന്നത്. ദാരുണമായിട്ടുള്ള സംഭവമാണോ എന്ന് ചോദിച്ചാൽ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷേ ഒരു മിലിറ്ററി ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതല്ലാതെ അവിടെയുള്ള സെക്യൂരിറ്റി റിസ്ക് ചെയ്തുകൊണ്ട് അവർക്ക് ഒരു പ്രവർത്തനവും അവിടെ സാധ്യമല്ല എന്നുള്ളത് പ്രിയപ്പെട്ട തീവ്രവാദ അനുകൂലി മനസ്സിലാക്കുക. ഇനി അടുത്തത്, ഈ ചങ്ങാതി പറഞ്ഞിരിക്കുന്ന മറ്റൊരു വലിയ തമാശയാണ്. അതായത് ഈ വംശഹത്യ എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുണ്ട്. ഈ തീവ്രവാദ അനുകൂലിക്ക് അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊന്നും തന്നെ ബാധകമല്ല. അദ്ദേഹത്തിന് സ്വന്തം നിലയ്ക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തോ അത് അഭിപ്രായം, അത് ആധികാരികം എന്ന മട്ടിൽ പടച്ചുവിടുകയാണ്. 1948 UN കൺവെൻഷനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത്, ഞാൻ അതിനെപ്പറ്റി പറയാനിരിക്കുകയായിരുന്നു ആ ചർച്ചയിൽ എന്നാണ്. അങ്ങനെ നമുക്ക് പലതിനെയും പറ്റി പറയാനിരിക്കാം, പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് പരിഗണിക്കപ്പെടേണ്ടത്. അങ്ങനെയുള്ള ചാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ ചെയ്തിരിക്കുന്ന കാര്യമാണോ ഹമാസ് ചെയ്തിരിക്കുന്ന കാര്യമാണോ തീവ്രവാദ പ്രവർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്, എന്തുകൊണ്ടാണ് ഹമാസ് ചെയ്യുന്നത് അത്രയും വംശഹത്യയാണ് എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന ഭാഗത്തെ അദ്ദേഹം തൊടുക പോലും ചെയ്യാതിരുന്നത് അദ്ദേഹത്തിനത് തൊട്ടാൽ പണി പാളും എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ്. ഇനി ഇവിടെ വംശഹത്യയെക്കുറിച്ചുള്ള മറ്റ് ചില നിർവചനങ്ങളുണ്ട്. ആ നിർവചനങ്ങളിൽ പെടുന്ന ഒരു കാര്യത്തിനെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതായത് പാലസ്തീനിലെ ജനസംഖ്യ ക്രമാതീതമായി കുറഞ്ഞാൽ അത് വംശഹത്യയുടെ ഒരു ലക്ഷണമായിട്ട് പരിഗണിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ അതിനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ ക്രമാതീതം എന്നുള്ള വാക്കിൽ പിടിച്ചിട്ടാണ്. അതായത് പാലസ്തീനിലെ ജനസംഖ്യ ക്രമാതീതമായി കുറയുന്നില്ല, ചെറുതായിട്ട് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അത് ഏതാണ്ട് ഒരു 60,000 പേരെ മാത്രമല്ലേ കൊന്നുള്ളൂ. അതുകൊണ്ടാണ് വംശഹത്യ ന്യായീകരിക്കുന്ന പണിക്കർ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള പൊതുവെ എല്ലാ സുഡാപ്പികളുടെയും പ്രധാനപ്പെട്ട തൊഴിൽ. തീവ്രവാദത്തിനെ അനുകൂലിക്കുകയും നമ്മൾ പറയുന്ന ഫാക്റ്റിനെ ആ രീതിയിൽ മനസ്സിലാക്കാതെ അതിനെ വളച്ചൊടിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ തന്നെ ശ്രമിക്കുക. കണക്കെടുത്ത് നോക്കുക. 2023 മധ്യത്തിലുള്ള പാലസ്തീനിലെ ആൾക്കാരുടെ എണ്ണം 5.48 മില്യനാണ്. ഇപ്പോൾ 2025 മധ്യത്തിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് കണക്കെന്ന് പറയുന്നത് 5.59 മില്യനാണ്. 5.48 നിന്ന് 5.59 വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് 1,00,000-ലധികം ആൾക്കാരുടെ എണ്ണമാണ് അവിടെ വർദ്ധിച്ചിരിക്കുന്നത്. അതൊരിക്കലും വംശഹത്യയുടെ ഒരു സൂചനയായിട്ട് ഒരു ഏജൻസിയും പറയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട തീവ്രവാദ അനുകൂലി ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനെ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ശ്രമിക്കുക, അല്ലാതെ സുഡാപ്പിസം കാണിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. അടുത്തത്, ഈ ചങ്ങാതി പറയുന്നത് പാലസ്തീനിൽ നിന്നുള്ള പല ആൾക്കാരെയും അനധികൃതമായി പിടിച്ചുകൊണ്ടുപോയി ഇസ്രായേലിലെ ജയിലിൽ വെച്ചിട്ടുണ്ട് എന്നാണ്. ഈ അനധികൃതം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അൺലോഫുൾ കോമ്പാറ്റൻസ് ലോ
അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ എന്നിങ്ങനെ 2 കാര്യങ്ങൾ ഇസ്രയേലിൽ നിലവിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ലാത്ത ആൾക്കാരെ അവർ പിടിക്കും, അവർ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിക്കുകയും ചെയ്യും. അത് ഒരു സോവറിൻ രാജ്യത്തിന് ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്തും അനധികൃതമായിട്ട് വരുന്ന ആൾക്കാരെ പിടിക്കുന്നതിനും അവരെ ഡീറ്റെയിൻ ചെയ്യുന്നതിനുള്ള ക്യാമ്പുകളും സംവിധാനങ്ങളും എല്ലാം തന്നെ നമ്മുടെ നാട്ടിലുമുണ്ട്. ഇസ്രയേൽ എന്ന രാജ്യത്തിനും ഇതേപോലെ തന്നെ കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം അവർ അങ്ങോട്ട് മാറ്റും. അതിൽ തന്നെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരുടെ കുട്ടികളെ ഉൾപ്പെടെ അവിടെയാണ് മാറ്റുക. അതല്ലാതെ ചെറിയ കുട്ടികളെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് ജയിലിൽ പാർപ്പിക്കുക എന്നൊരു സംവിധാനമല്ല ഉള്ളത്. ഒരു സോവറിൻ സ്റ്റേറ്റിന് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നെങ്കിലും പ്രിയപ്പെട്ട തീവ്രവാദ സുഹൃത്ത് മനസ്സിലാക്കണം. ഇനി ഈ സുഹൃത്ത് കുറേയധികം ഡോക്യുമെൻറ്റുകളെയൊക്കെ തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത് ചെറി പിക്ക് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അതെല്ലാം തന്നെ ഇസ്രായേലിന് വിരുദ്ധമാണ് എന്ന് പറയുന്നതിനും ഹമാസിന് അനുകൂലമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും എന്നും കരുതിയിട്ടാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിൽ തന്നെ ഒരു വലിയ കള്ളത്തരമുണ്ട്. കാരണം ഭാഗികമായിട്ട് മാത്രമാണ് ഇതിൽ നിന്നുള്ള കാര്യങ്ങളെ ഈ ചങ്ങാതി ഉദ്ധരിക്കുന്നത്. അങ്ങനെ ഉദ്ധരിക്കുന്നത് കൊണ്ട് ഹമാസിനെക്കുറിച്ച് ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരക്ഷരം പറയുന്നില്ല. ഒരു വാറിലാണ്, ഒരു വാർ സോണിൽ നിൽക്കുന്ന സമയത്ത് ഈ 2 ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ ഇൻഡിപെൻഡൻ്റായി ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് 2 ഭാഗത്തും കുറ്റവും കുറവുകളും ഒക്കെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഹമാസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഒരക്ഷരം പോലും അവർ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും മിണ്ടാതെ അവരെ തഴുകി തലോടി പോകുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ശരിയായ അർത്ഥത്തിൽ തീവ്രവാദ അനുകൂലികൾ എന്ന് വിളിക്കേണ്ടത്. ഉദാഹരണത്തിന് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറി 2024 അതിൽ വളരെ കൃത്യമായിട്ട് ഹമാസിൻ്റെ അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള മറ്റ് ആംഡ് യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഹമാസും മറ്റ് പലസ്തീനിയൻ ആംഡ് ഗ്രൂപ്പുകളും ചെയ്തിരിക്കുന്നത് വാർ ക്രൈംസ് ആണ് ആൻഡ് ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി ആണ് എന്നാണ്. അതായത് അവർ ചെയ്തിരിക്കുന്നത് യുദ്ധക്കുറ്റങ്ങളാണ്, മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള മാനവികതയ്ക്കെതിരായിട്ടുള്ള യുദ്ധങ്ങളും കുറ്റങ്ങളുമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ ആ മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യത്തിനെ ഹമാസും അവരുടെ കൂട്ടാളികളും ചേർന്ന് ലംഘിച്ചുവെന്ന് യാതൊരു വിധത്തിലുള്ള അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ പറഞ്ഞിരിക്കുന്നത് UN-ൻ്റെ തന്നെ ഒരു റിപ്പോർട്ടാണ്. ചങ്ങാതി ഇത് വായിക്കുക. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗം ഇങ്ങനെയാണ്: ഇസ്രായേലി സിവിലിയൻസിനെയും ഫോറിൻ നാഷണൽസിനെയും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവരുടെ യുദ്ധം ഇസ്രായേലിനെതിരെയാണ് എങ്കിൽ ഇതിൽ ഇസ്രായേലികളല്ലാത്ത മറ്റുള്ള വിദേശികളെ കൂടി ചേർത്ത് ഇവരെന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഹമാസ് കൊന്നു, മുറിവേൽപ്പിച്ചു, മിസ്ട്രീറ്റഡ്, മോശമായിട്ട് അവരോട് പെരുമാറി, ആൻഡ് ടുക്ക് ഹോസ്റ്റേജസ്, അവരെ ബന്ദിയാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള മനുഷ്യത്വമില്ലാതെ ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ പ്രവർത്തിച്ച സംഘടനയാണ് ഹമാസ് എന്ന് വളരെ കൃത്യമായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പ്രിയപ്പെട്ട തീവ്രവാദ അനുകൂലി ഒന്ന് വായിച്ചു നോക്കണം. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഈ പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ഈ ഒരു സംഭവം ഒക്ടോബർ 7 നടന്നിരിക്കുന്ന ഈ തീവ്രവാദ ആക്രമണവും വധവും ഗ്യാങ് റേപ്പുകളും മറ്റു കാര്യങ്ങളും എല്ലാമാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഈ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു റിപ്പോർട്ട്, അന്താരാഷ്ട്ര റിപ്പോർട്ട് തന്നെയാണ്, അന്താരാഷ്ട്ര ഏജൻസിയാണ്, ഈ ചങ്ങാതി തന്നെ കോട്ട് ചെയ്തിരിക്കുന്നതാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ പഠനം. ആംനസ്റ്റി ഇൻ്റർനാഷണലും ഇസ്രായേലിനെതിരെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഹമാസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്തിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റിയും ഈ ചങ്ങാതി മിണ്ടാതിരിക്കുകയാണ്. ഇതിനാണ് ശരിയായ അർത്ഥത്തിൽ തീവ്രവാദ അനുകൂല പ്രവർത്തനം അല്ലെങ്കിൽ താലിബാനിസം എന്നൊക്കെ പറയുന്നത്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഗാസ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്നുണ്ട്. അതിലിവർ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? എ ക്യാമ്പയിൻ ഓഫ് ആബ്ഡക്ഷൻസ്, അതായത് ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കുക എന്ന പരിപാടി, ടോർച്ചർ, കൊടിയ പീഡനം നടത്തുന്നുണ്ട്, ആൻഡ് എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സ്, അതായത് ഒരാളിനെ വധിക്കണമെന്നുണ്ടെങ്കിൽ അത് അയാൾ ചെയ്തിരിക്കുന്ന ഒരു കുറ്റത്തിൻ്റെ പേരിൽ വിചാരണ നടത്തിയിട്ട് ഒരു പണിഷ്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ അത് ജുഡീഷ്യലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിന് പുറത്ത് ഇവർക്ക് തോന്നുന്ന രീതിയിൽ ഇവർ നിയമം നടപ്പാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സ് നടത്തുന്ന സംഘടനയാണ് ഹമാസ് എന്ന് വളരെ വ്യക്തമായിട്ട് ആംനസ്റ്റി പറയുന്നുണ്ട്. അതിൽ തന്നെ മനുഷ്യത്വ വിരുദ്ധമായിട്ട് ഇവർ പെരുമാറുന്നതിൻ്റെ ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് കൂടി പറയുന്നുണ്ട്. അതിൽ 23 ആൾക്കാരെ അൺലോഫുള്ളി, യാതൊരു വിധത്തിലുള്ള നിയമത്തിൻ്റെയും ആനുകൂല്യമില്ലാതെ ഇവർ കൊന്നൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ 6 പേരെ പരസ്യമായിട്ടാണ് അവർ കൊല്ലുന്നത് എന്നാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരധികാരവുമില്ലാതെ നിയമത്തിനെ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനയെക്കുറിച്ച് ഈ തീവ്രവാദ അനുകൂലി പറഞ്ഞിരിക്കുന്ന അതേ ആംനസ്റ്റി ഇൻ്റർനാഷണൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന കണക്കുകളുണ്ട്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട താലിബാൻ ചേട്ടൻ ആ കാര്യത്തിനെപ്പറ്റി ഒന്നും തന്നെ ഒരക്ഷരം പോലും പറയില്ല. ഇനി ഈ ചങ്ങാതി നേരത്തെ പറഞ്ഞിരുന്നത് മുഴുവനും എന്താണ്? അതായത് ഇസ്രായേൽ അവരുടെ സിവിലിയൻ സെൻറ്ററുകളിലെല്ലാം തന്നെ അതിൻ്റെ അടിയിലെല്ലാം തന്നെ പട്ടാളത്തിന് കഴിയാനുള്ള ബങ്കറുകൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ ഒരു തെളിവിൻ്റെയും അടിസ്ഥാനമില്ലാതെ ഇദ്ദേഹം പറയുന്നു. ഇതേ ആംനസ്റ്റി ഇൻ്റർനാഷണൽ 2015 പുറത്തിറക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്ന ഭാഗം തന്നെ ഇങ്ങനെയാണ്. ഗാസ സിറ്റിയിലുള്ള അൽ ഷിഫ ഹോസ്പിറ്റൽ, നമ്മുടെ നാട്ടിലെ വാർത്തകളിലൊക്കെ നിറഞ്ഞുകൊണ്ടിരുന്ന ഒരു ആശുപത്രിയാണ്. അൽ ഷിഫ ഹോസ്പിറ്റലിൽ
അവർ ആൾക്കാരെ കൊണ്ടുവന്ന് ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അവിടെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ട്, ഇൻ്ററോഗേഷൻ ചോദ്യം ചെയ്യുന്നതിനായിട്ട് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്, ടോർച്ചർ ഓഫ് സസ്പെക്ട്സ് ഏതെങ്കിലും കാര്യത്തിൽ സംശയിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഈവൻ വൈൽ ദി ഹോസ്പിറ്റൽ ഫംഗ്ഷൻഡ് ആസ് എ മെഡിക്കൽ സെൻറ്റർ. അതായത് നമ്മൾ ഈ ചില ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ ഒരു ഭാഗത്ത് ആശുപത്രിയുടെ പ്രവർത്തനമൊക്കെ നടന്നു പോകുന്നുണ്ട്, പക്ഷേ മറുഭാഗത്ത് അവിടെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം നടത്തുന്നതിന് വേണ്ടി കൂടി ഹമാസ് അൽഷിഫ ഹോസ്പിറ്റലിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ട താലിബാൻ അനുകൂല തീവ്രവാദ അനുകൂല ചേട്ട നിങ്ങൾ ഉദ്ധരിച്ച അതേ ആംനസ്റ്റി ഇൻ്റർനാഷണലാണ്. ഇനി വംശഹത്യയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എങ്കിൽ ഇൻ്റർനാഷണൽ ലോ എക്സ്പേർട്സ് സ്റ്റേറ്റ്മെൻറ്റ് 2023 വന്നിരിക്കുന്നതാണ്. അത് 100-ലധികം ഇൻ്റർനാഷണൽ ലോയിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു സ്റ്റഡിയാണ്. അവരതിൽ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ഒരുപാട് യുദ്ധക്കുറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ്. ആര്? ഹമാസ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ്. ആൻഡ് ലൈക്ലി എമൗണ്ടഡ് ടു ജനസൈഡ്, അതായത് ഇത് വംശഹത്യ എന്ന് കരുതാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. അതിൽ തന്നെ നമ്മുടെ തീവ്രവാദ അനുകൂലി ന്യായീകരിക്കാൻ പോയ പല കാര്യങ്ങളുമുണ്ട്. ഹമാസിൻ്റെ ആക്ഷൻസ്, ടോർച്ചർ, പീഡനം, സെക്ഷൽ വയലൻസ്, ആൾക്കാരെ ലൈംഗികമായി ആക്രമിക്കുന്നു, വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ. ആലോചിച്ച് നോക്കുക, കുട്ടികളെപ്പറ്റി വളരെ വാചാലനായിട്ടുള്ള ഈ വ്യക്തിയാണ് ഹമാസ് കാണിക്കുന്ന ഈ മര്യാദകേടുകളെക്കുറിച്ച് ഒരക്ഷരം പറയാത്തത്. വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ, കുട്ടികൾക്കെതിരായിട്ടുള്ള ആക്രമണം, ആൻഡ് ഡെസക്രേഷൻ ഓഫ് ബോഡീസ്, ആൾക്കാരെ കൊന്നതും പോരാ അവരുടെ ശരീരം പോലും വളരെ വികൃതമാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അതിനെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഇതെല്ലാം തന്നെ ഹമാസ് തന്നെ റിലീസ് ചെയ്തിരിക്കുന്ന പല വീഡിയോകളിലും തന്നെ തെളിവായിട്ടുണ്ട് എന്ന് ഈ ഇൻ്റർനാഷണൽ എക്സ്പേർട്സിൻ്റെ ബോഡിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൂടാതെ നേരത്തെ പറഞ്ഞ 1948 ഐക്യരാഷ്ട്ര സംഘടനയുടെ കൺവെൻഷൻ്റെ ക്ലാസിക് ഡെഫിനിഷൻ ഓഫ് ജനസൈഡ്, എങ്ങനെയാണ് ജനസൈഡ് എന്ന് അല്പം മുമ്പ് ഞാനതിൻ്റെ മലയാളം പറഞ്ഞിരുന്നു. ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ കൂടി ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. ദി അറ്റാക്ക് ടാർഗറ്റഡ് എ നാഷണൽ ഗ്രൂപ്പ് ഓഫ് ഇസ്രായേലീസ്, അതായത് അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ ദേശീയത, അവരുടെ പൗരത്വം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അങ്ങനെയുള്ള ഇസ്രായേലികളെ അവർ കണ്ടെത്തി. വിത്ത് ദ ഇൻറ്റൻറ്റ് ടു ഡിസ്ട്രോയ് ദം ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട്, അവരെ പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചു. മീറ്റിംഗ് ദ ക്രൈറ്റീരിയ ഫോർ ജനസൈഡ് അണ്ടർ ദ ജനസൈഡ് കൺവെൻഷൻ ആൻഡ് ദ റോം സ്റ്റാറ്റ്യൂട്ട്. റോം സ്റ്റാറ്റ്യൂട്ടും ജനസൈഡ് കൺവെൻഷനും അനുസരിച്ച് ഇവർ ചെയ്തിരിക്കുന്നത് വംശഹത്യയാണ് എന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട തീവ്രവാദ അനുകൂല, ഹമാസ് അനുകൂല താലിബാനിസ ചേട്ടാ, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരെ പറ്റിയാണോ നിങ്ങൾ പിന്തുണയ്ക്കാനായിട്ട് ആരാണോ പാവാടാ എന്ന് പറയുന്നത്, ആ സംഘടനയാണ് വംശഹത്യ നടത്തിയിരിക്കുന്നത്. അപ്പോൾ വംശഹത്യ എന്ന് പറഞ്ഞതിന് ശേഷം പണിക്കർ എന്ന് നിങ്ങൾ വിളിക്കുന്ന എനിക്കല്ല പേര് ചേരുക, നിങ്ങളുടെ പേരിനോടൊപ്പം നിങ്ങൾ തന്നെ അതിനൊരു അലങ്കാരമായി വെച്ചുകൊണ്ട് പോവുക. ഇനി ഇദ്ദേഹത്തിന് ഇത്രയും മാത്രം തെളിവുകളും കാര്യങ്ങളും ഒന്നും പോരായെങ്കിൽ കൂടുതൽ പഠനങ്ങളുണ്ട്, കൂടുതൽ ഡോക്യുമെൻറ്റുകളുണ്ട്. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ 2024 അറസ്റ്റ് വാറണ്ടുകളുണ്ട്. ആ ക്രിമിനൽ കോർട്ടിൻ്റെ 2024 നവംബർ മാസം 21 ഉണ്ടായിരുന്ന പ്രീ ട്രയൽ ചേംബർ അറസ്റ്റ് വാറണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് മുഹമ്മദ് ദൈഫ് എന്ന് പറയുന്ന ഹമാസിൻ്റെ മിലിറ്ററി വിങ് ആയിട്ടുള്ള അൽ ഖാസം ബ്രിഗേഡ്സിൻ്റെ ലീഡറിനാണ്. അത് ഈ തെമ്മാടിയുടെ 2023 ഒക്ടോബർ 7 അതിക്രമത്തിന് നേതൃത്വം നൽകി എന്നതിൻ്റെ പേരിലാണ്. അതിൽ തന്നെ അയാൾക്കെതിരെയുള്ള ചാർജ് ഡെലിബറേറ്റ് മാസ് കില്ലിങ്സ് ആൻഡ് ഹോസ്റ്റേജ് ടേക്കിംഗ്. അതായത് നിങ്ങൾ ഈ വളരെ ലഘൂകരിച്ച് പോകുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡെലിബറേറ്റ് ആയിട്ടുള്ള മാസ് കില്ലിംഗ്, ഗ്രൂപ്പായിട്ട് ആൾക്കാരെ കൊല്ലുന്നു, അതിൻ്റെ പേരിൽ ഒപ്പം ഹോസ്റ്റേജ് ടേക്കിംഗ്, ആൾക്കാരെ ബന്ദിയാക്കി കൊണ്ടുപോകുന്നു. ഇതെല്ലാം ക്ലാസിഫൈഡ് ആയിരിക്കുന്നത് വാർ ക്രൈംസ് ആൻഡ് പൊട്ടൻഷ്യൽ ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. ഇതെല്ലാം യുദ്ധക്കുറ്റങ്ങളാണ്, മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള യുദ്ധവുമായിട്ട് അല്ലെങ്കിൽ കുറ്റവുമായിട്ടാണ് ഇതിനെ കരുതുന്നത്. ഇനിയും ഈ ചേട്ടന് തൃപ്തിയില്ല എങ്കിൽ ഈ ചേട്ടൻ തന്നെ പറഞ്ഞിരിക്കുന്ന സോഴ്സസ് ആണ് ഈ ഇൻ്റർനാഷണൽ കോർട്ട്, അതേപോലെ ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഈ എക്സ്പേർട്സിൻ്റെ കമ്മിറ്റി, ഒപ്പം ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഒക്കെ. അപ്പോൾ അതിനെല്ലാം ഏകപക്ഷീയമായിട്ടെടുത്ത് എൻ്റെ വീഡിയോയെ എങ്ങനെയാണോ വ്യാഖ്യാനിക്കാനായിട്ട് അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിച്ചത്, അതേപോലെ തന്നെ ഇദ്ദേഹം ഇതിനെയും ഒക്കെ ഭാഗികമായിട്ട് മാത്രം എടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് എൻ്റെ വീഡിയോയിൽ ഹമാസ് ചെയ്തിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ എന്തൊക്കെയാണ്, അതെന്തുകൊണ്ടാണ് വംശഹത്യയാകുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്ന ഭാഗത്തിനെ തൊടാതെ പൂർണ്ണമായും വിട്ടതിന് ശേഷം ഈ ചങ്ങാതി ഇസ്രയേൽ എന്തുകൊണ്ടാണ് വംശഹത്യയാണ് നടത്തുന്നത് എന്ന് സ്ഥാപിക്കുന്നതിന് കുറേയധികം ഏജൻസികളെ, പഠനങ്ങളെ ഒക്കെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതേ പഠനങ്ങളിൽ തന്നെ എന്തൊക്കെ തെമ്മാടിത്തമാണ്, എന്തൊക്കെ വംശഹത്യാപരമായിട്ടുള്ള കാര്യങ്ങളാണ്, എന്തൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങളാണ്, എന്തൊക്കെ യുദ്ധക്കുറ്റങ്ങളാണ്, എന്തൊക്കെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഹമാസുകാർ ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനെ മുഴുവനും നമ്മുടെ ചങ്ങാതി അങ്ങ് വിഴുങ്ങി. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് 2023 ബന്ധപ്പെട്ട് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് ദ റിപ്പോർട്ട് കൺഫേംഡ് ഹമാസസ് മാസ് കില്ലിങ്സ്, അതായത് ഈ മാസ് കില്ലിങ്സ് എല്ലാം നടത്തിയിരിക്കുന്നത് ഹമാസ് തന്നെയാണ്. ഹോസ്റ്റേജ് ടേക്കിംഗ്, ബന്ദിയാക്കൽ, ആൻഡ് സെക്ഷൽ വയലൻസ്. എന്നാലോചിച്ച് നോക്കൂ, ലൈംഗികമായിട്ട് ആൾക്കാരെ അതിക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുക, ലൈംഗികമായിട്ട് അതിൻ്റെ പേരിൽ ആൾക്കാരെ ആക്രമിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം നരാധമന്മാരായിട്ടുള്ള ആൾക്കാർക്കാണ് സാധിക്കുക എന്നാലോചിച്ച് നോക്കുക.
അവരെയാണ് വന്നിട്ട് അയ്യോ ഹമാസ് പാവാടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള തെമ്മാടികളെ ഉന്മൂലനം ചെയ്യണം എന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത്. അതല്ലാതെ പാലസ്തീനി ജനതയെ ഇവിടെ നിന്ന് നിങ്ങൾ ഹീബ്രു ബൈബിൾ നോക്കി അതിൽ ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങൾ മറക്കരുത്, ഞങ്ങൾ എലിമിനേറ്റ് ചെയ്യും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ തെമ്മാടിത്തം കാണിക്കുന്ന ഹമാസിനെ ഇല്ലായ്മ ചെയ്യും എന്നാണ്. അതിലൊരു തെറ്റുമില്ല. ഇങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന, വംശഹത്യ നടത്തുന്ന ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറായിട്ടുള്ള, ഒരു രാജ്യത്തിനെയും പ്രതിനിധീകരിക്കാത്ത ഇങ്ങനെയുള്ള തെമ്മാടിക്കൂട്ടങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക തന്നെയാണ് വേണ്ടത്. കാരണം അവർ ചെയ്യുന്നത് മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള, ഈ ഭൂമിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തന്നെയാണ്. അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാർ അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം തീവ്രവാദ അനുകൂലി. നിങ്ങൾ അതിലൊന്നാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊന്നുണ്ട്, അവർ വളരെ കൃത്യമായിട്ട് ഹമാസ് എങ്ങനെയാണ് ഹ്യൂമൻ ഷീൽഡുകളായിട്ട് ആൾക്കാരെ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന തീവ്രവാദ അനുകൂലി പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നൊക്കെയാണ്. പക്ഷേ നോക്കൂ, ഹ്യൂമൻ ഷീൽഡുകളായിട്ട് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് അവരിതിനെ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഹമാസ് യൂസ്ഡ് ഹോസ്പിറ്റൽസ്, എക്സാമ്പിൾ അൽ ഷിഫ. നോക്കൂ, നേരത്തെ പറഞ്ഞിരുന്ന ആ സ്റ്റഡിയിൽ വന്നിരിക്കുന്ന അതേ റെഫറൻസ് ഇവിടെയും വന്നിരിക്കുകയാണ്. UNRWA ഫെസിലിറ്റീസ്, ആ സ്ഥലങ്ങളെല്ലാം തന്നെ അവരുടെ കമാൻഡ് സെൻറ്ററുകളായിട്ട് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. കമാൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇവരുടെ യുദ്ധം നിയന്ത്രിക്കുന്നതിനുള്ള കേന്ദ്രങ്ങളായിട്ട്. വെപ്പൺ സ്റ്റോറേജ് സൈറ്റ്സ്, ആശുപത്രികളെ അവരുടെ ആയുധപ്പുരകളായിട്ട് ഉപയോഗിച്ചു. റോക്കറ്റ് ലോഞ്ച് പ്ലാറ്റ്ഫോംസ്, അവിടെ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ അവർ ഉപയോഗിച്ചു. വയലേറ്റിംഗ് ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ, നമ്മുടെ ലോകത്തുള്ള മനുഷ്യത്വപരമായിട്ടുള്ള നിയമങ്ങളെയെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ രീതിയിലുള്ള സകല തെമ്മാടിത്തവും അവരവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രത്തോളം തെമ്മാടിത്തം ചെയ്തിരിക്കുന്ന ആൾക്കാരെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തീവ്രവാദ അനുകൂലിക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിവിലിയൻ കേന്ദ്രങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ആക്രമിച്ചാൽ പോലും അതൊരു യുദ്ധക്കുറ്റമായി മാറാത്തത്. കാരണം നിങ്ങളുടെ ഒരാശുപത്രി, സ്കൂൾ തുടങ്ങിയ സിവിലിയൻ കേന്ദ്രങ്ങളെ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവയ്ക്ക് സിവിലിയൻ സെൻറ്റർ എന്ന പേരിലുള്ള ഇമ്മ്യൂണിറ്റി, പരിരക്ഷ, അത് നഷ്ടപ്പെടും. അതുകൊണ്ട് അവിടേക്ക് ആക്രമണം നടത്തി കഴിഞ്ഞാൽ ആരാണോ ആക്രമിച്ചത് അവരെ നിങ്ങൾക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവർ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള ആൾക്കാരാണ് ചെയ്തത്. അങ്ങനെ അവർ ചെയ്തതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാർക്ക് ആക്രമിക്കേണ്ടി വന്നത് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. 367 റിപ്പോർട്ടുകൾ ഹമാസിൻ്റെ വാർ ക്രൈമുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏത്? ഗാസയിലേത് മാത്രം. അപ്പോൾ അതിൽ ഒരു തരത്തിലും ഒരാക്ഷനും എടുക്കാതെ കംപ്ലീറ്റ് നെഗ്ലിജൻസ് ആൻഡ് കോംപ്ലിസിറ്റി, യാതൊരു വിധത്തിലുള്ള താല്പര്യവും കാണിക്കാതെ അതിനെ അവഗണിച്ച ഐക്യരാഷ്ട്ര സംഘടനയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. 367 റിപ്പോർട്ടുകൾ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട തീവ്രവാദ അനുകൂല സുഹൃത്ത് ഇവിടെ മനസ്സിലാക്കേണ്ടത്, എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഇസ്രായേൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ 1948 UN കൺവെൻഷൻ പ്രകാരം അത് ജനസൈഡ് അഥവാ വംശഹത്യ എന്ന ബ്രാക്കറ്റിലേക്ക് വരില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതിനോടൊപ്പം തന്നെ എങ്ങനെ ഈ ഹമാസ് ചെയ്തിരിക്കുന്ന തെമ്മാടിത്തമെല്ലാം തന്നെ വംശഹത്യയായി മാറും എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളവിടെ ചെയ്തത് ബുദ്ധിപൂർവ്വം അതിൽ ഇസ്രായേലിൻ്റെ ഭാഗം മാത്രമെടുത്ത് വളരെ സെലക്റ്റീവായിട്ട് ഞാനിപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്ന അതേ റിപ്പോർട്ടുകളിൽ നിന്ന് നിങ്ങൾ അതിൽ ഇസ്രായേലിനെ പറ്റി പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങളെ മാത്രം എടുത്തുകൊണ്ട് ഹമാസിനെ പറ്റി പറഞ്ഞിരിക്കുന്നതിനെ എല്ലാം തന്നെ മിണ്ടാതെയാക്കി അതിനെ വിശുദ്ധ പശുവാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ അതിൽ ഏകപക്ഷീയമായിട്ട് ഒരു ഗോൾ അടിക്കാനായിട്ട് ശ്രമിച്ചു. അതാണ് ഇപ്പോൾ ചീറ്റിപ്പോയിരിക്കുന്നത്. നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓഫ് സൈഡ് എന്ന് പറയുന്നത് അതിൽ ഹമാസ് ചെയ്തിരിക്കുന്ന തെമ്മാടിത്തരങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ നിങ്ങളൊരക്ഷരവും മിണ്ടാതെ അതിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ ഇഗ്നോർ ചെയ്തു എന്നാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾ വീണ്ടും തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തേക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, നോക്കൂ, ഞാൻ ഇതിനെ 2 ഭാഗമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ നേരത്തെ ചെയ്തു, രണ്ടാമത്തെ ഭാഗം വരുന്നേ ഉള്ളായിരുന്നു. പാവം വംശഹത്യാ പണിക്കർ എന്നെ വെറുതെ ഇങ്ങനെ ആക്രമിക്കുന്നേ എന്നൊക്കെ നിങ്ങൾ കരഞ്ഞു മെഴുകുമായിരിക്കും. നോക്കൂ, ഈ സുഡാപ്പിസം, താലിബാനിസം, തീവ്രവാദം, ഹമാസിസം എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ ഒരു മാനസികാവസ്ഥ കൂടിയാണ്. നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ദുഃഖങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ആരും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന ആൾക്കാരല്ല. പക്ഷേ ചില ആൾക്കാർക്ക് മതത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഉണ്ട് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവരുടെ മതവിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ എവിടെയെങ്കിലും ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ദുരിതം മാത്രമാണ് പരമം എന്ന് ചിന്തിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ലോകത്ത് നിരവധിയായിട്ടുള്ള സംഘർഷങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിലൊന്ന് റഷ്യയും യുക്രൈനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അതിൽ യുക്രൈനിൽ തന്നെ നിരവധി കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ സെലൻസ്കി ലോകരാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടെ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ആർക്കും പ്രൊട്ടസ്റ്റ് ഒന്നും കാണുന്നില്ല. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് കാണാനേ ഇല്ല. അപ്പോൾ പൂർണ്ണമായിട്ടും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞമ്മൻ്റെ ആൾക്ക് എവിടെയെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞമ്മൻ അതിനെപ്പറ്റി ചോദ്യം ചെയ്യും എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിലപാടെടുത്താൽ അത് മനുഷ്യത്വ വിരുദ്ധമാണ്.
അത് ഹിന്ദുക്കളെടുത്താലും മുസ്ലിങ്ങളെടുത്താലും ക്രിസ്ത്യാനികളെടുത്താലും ഏത് മതവിഭാഗത്തിലുള്ള ആൾക്കാരെടുത്താലും അത് മനുഷ്യത്വ വിരുദ്ധമാണ്. കാരണം നിങ്ങൾ അവിടെ ഏകപക്ഷീയമായിട്ട് ചില ആൾക്കാരുടെ മാത്രം വേദനയാണ് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുന്നത്. അത് രാഷ്ട്രീയ കാരണങ്ങളാണ്, മതപരമായിട്ടുള്ള കാരണങ്ങളാണ്, പിന്നെ ശുദ്ധ തെമ്മാടിത്തവുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്ത്, മറ്റുള്ള ആൾക്കാരെ വംശഹത്യ കൂട്ടി വിളിക്കുന്ന സമയത്ത് സ്വയം നിങ്ങൾ അനുകൂലിക്കാൻ ശ്രമിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, മനസ്സിലാക്കുക. ആവർത്തിക്കുന്നു, ഒരു തീവ്രവാദിയും ഒരു തീവ്രവാദ അനുകൂലിയും തമ്മിലുള്ള അതിർവരമ്പ് വളരെ നേർത്തതാണ്. ഏത് സമയത്തും അത് മാഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ജയ് ഹിന്ദ്.